മതവൈരത്തിന്റെ പേരിൽ ആക്രമിക്കുന്ന ഭരണാധികാരികളുടെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വാർദ്ധക്യമോ ശാരീരിക അവശതകളോ മാറാവ്യാധികളോ ഉള്ളവരെന്ന പരിഗണന പോലുമില്ല. അങ്ങനെയുള്ളവർ തടവിൽ കൊല്ലപ്പെട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ടെന്നും സതീശൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളുടെ മീതെ ബോംബുകൾ വർഷിക്കപ്പെടുകയാണ്. നിരപരാധികൾ ജീവിക്കുന്ന കൂരകൾക്ക് മീതെ ബോംബുകൾ വർഷിക്കപ്പെടുകയാണ്. മിസൈലുകൾ പോവുകയാണ് ദരിദ്രരായ പാവങ്ങളായ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരുടെ അടുത്തേക്ക്. മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മൃതശരീരവും കൈകളിലേന്തി നടത്തുന്ന വിലാപജാഥകളാണ് ലോകത്തെ എല്ലായിടത്തും. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഭിക്ഷാപാത്രവുമായി വല്ലപ്പോഴും വീട് കിട്ടുന്ന ആ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് കുതിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കണ്ടാൽ നമ്മുടെ ചങ്ക് താഴ്ന്നു പോവില്ല. ഇതാണ് ലോകത്ത് നടക്കുന്നത്. ഇതെവിടെ നടന്നാലും ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കണം. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം. യുദ്ധത്തിനെതിരായ നിലപാടുകൾ വേണം. വംശീയ അതിക്രമങ്ങൾ, രാഷ്ട്രീയ എതിരാളികളെ കണ്ടെത്തി, പൊതുശത്രുക്കളെ കണ്ടെത്തി. അപ്പോൾ എന്താണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയും തമ്മിൽ എന്താ വ്യത്യാസം? 5 കോടി ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ. ഹിറ്റ്ലറും മുസോളിനിയും പോൾപോട്ടും സ്റ്റാലിനും എല്ലാവരും കൂടി കൊന്നൊടുക്കിയ മനുഷ്യരുടെ YMCA കുറ്റൂരിൽ സംഘടിപ്പിച്ച ഇന്റർ റിലീജിയസ് ലോക സമാധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര മതചിന്തകളും പ്രാർത്ഥനകളും വസ്ത്രധാരണങ്ങളും നോക്കിയാണ് ആക്രമിക്കുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഫാദർ പുല്ലേലിൽ അധ്യക്ഷനായി ബിഷപ്പ് ശാമുവേൽ യോഹന്നാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പോസിറ്റീവ് ന്യൂസ്.